ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്ത് ഇഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ചാണ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്തത്. മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കത്തിനിടെയാണ് ചോദ്യം ചെയ്യൽ. മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിയുടെ ചോദ്യം ചെയ്യലിലേക്ക് ഇഡി കടന്നത്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ SITയുടെ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച മുരാരി ബാബു ജയിലിന് പുറത്തിറങ്ങിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു ഇഡിയുടെ നോട്ടീസ്. ഇന്ന് രാവിലെ 10:15 മുരാരി ബാബു ഇഡിയുടെ കൊച്ചി ഓഫീസിലെത്തിയത്. ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്വർണമെന്നത് ചെമ്പായിട്ടാണ് രേഖപ്പെടുത്തിയത്. ഇതിലൂടെ മുരാരി ബാബുവിന് സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ടെന്ന സംശയത്തിലാണ് ഇഡി. മുരാരി ബാബുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ആസ്തി വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ചതിൽ നിന്നും 2019 ശേഷം മുരാരി ബാബു വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനം നടത്തിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് പിന്നാലെ മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കവും ഇഡി നടത്തും. വ്യാപക റെയ്ഡിന് പിന്നാലെ മുരാരി ബാബു അടക്കം 12 പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഇഡി നോട്ടീസ് അയച്ചിട്ടുള്ളത്. SIT കേസിൽ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സുധീഷ് കുമാർ, എസ് ശ്രീകുമാർ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യലും വരും ദിവസങ്ങളിലുണ്ടാകും. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത 100 ഗ്രാം സ്വർണത്തിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്താൻ ബന്ധപ്പെട്ടവരുടെ മൊഴിയെടുക്കാനും ഇഡി തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.